ഇന്ന് രാത്രി ചില സമയം നമ്മൾ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കുന്നു. Most of the time we often to say that God works on our faith. നമ്മുടെ വിശ്വാസത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് നാം എപ്പോഴും പറയാറുണ്ട്. എത്രത്തോളം നാം വിശ്വസിക്കുമോ, how much we believe, that much the power will be manifested, that glory will be manifested. അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുമോ അത്രത്തോളം ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടും, അത്രത്തോളം ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി എന്നതിനെക്കാട്ടിലുപരിയായി അതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനം. എഫെസ്യ ലേഖനത്തിൽ പറയുന്നതാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളക്കറ്റ വലിപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ whenever faith in action, God will be in action. വിശ്വാസം പ്രാവർത്തികമാകുമ്പോൾ, വിശ്വാസം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ആമേൻ. അപ്പോൾ ദൈവം എപ്പോഴും മനുഷ്യന്റെ അടുക്കൽ, faith is the platform of God. ദൈവം എപ്പോഴും മനുഷ്യന്റെ അടുക്കൽ ഒന്ന് മാത്രമാണ് പറഞ്ഞത്, only believe, only believe, only believe. പക്ഷേ ഇന്ന് രാത്രി കാലം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ വേറെ ഒരു ദൂതാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ചില സമയങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ വീണ്ടും ഇടപെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ദൂതാണ്, ആമേൻ, mercy in unbelief and doubt. അതാണ് ഇന്ന് രാത്രി ഞാൻ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സംശയങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവം, നമ്മുടെ സംശയങ്ങളിൽ സഹായിക്കുന്ന ദൈവം, നമ്മുടെ അധൈര്യങ്ങളിൽ സഹായിക്കുന്ന ദൈവം. Most of the time pastors may judge you because of your unbelief. You are in this stagnant level. You are stuck because of your unbelief, because of your doubting. ആമേൻ. മനുഷ്യർ എപ്പോഴും നമ്മുടെ അടുക്കൽ പറഞ്ഞേക്കാം, നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി താമസിക്കുമ്പോൾ, നിന്റെ സംശയമാണ്, നിന്റെ അവിശ്വാസമാണ് ഇതിനൊക്കെയും സാഹചര്യമായിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രി കാലം ഞാൻ അതിനകത്തൊരു ഭാഗത്തിലേക്ക് കയറുകയാണ്. അവിശ്വാസത്തെയോ സംശയത്തെയോ ന്യായീകരിക്കാനല്ല, പക്ഷേ അതിൻ്റെ നടുവിലും ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വസിക്കുക. I am not to justify unbelief or doubt, but we must have a belief, a faith that God can work even in our unbelief and doubt. ആമേൻ. അതാണ് നമ്മളുടെ വിശ്വാസം. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ. Hebrews chapter 4 verse 15 and 16. ആമേൻ. നമുക്കുള്ള മഹാപുരോഹിതൻ, Hebrews chapter 4 verse 15 and 16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവില്ലാത്തവനല്ല. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ ബലത്തിൽ മാത്രമല്ല ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുന്നത്. Not only in the strength of our faith, but on the weakness of our faith, even in the unbelief, He can work on us. He can work on behalf of us. ആമേൻ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അടുത്തത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. അടുത്ത ഭാഗം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിനടുത്ത് ചെല്ലുക. Let us then with confidence draw near to the throne of grace. കൃപയുടെ സിംഹാസനത്തിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള ധൈര്യം, the confidence which draw us near to the throne of grace is that the Lord can work even in our unbelief and doubt. ഇന്ന് രാത്രി കാലം നിങ്ങളുടെ അവിശ്വാസങ്ങളെയും നിങ്ങളുടെ സംശയങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്റെ അവിശ്വാസത്തിലും പ്രവർത്തിക്കും, എന്റെ ദൈവം എന്റെ സംശയങ്ങളിലും പ്രവർത്തിക്കും. അധരം തുറന്ന് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, ഞാൻ സംശയിക്കുന്നിടത്തും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഇടത്തും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. The Lord can work even in my unbelief and even in my doubting heart. He can work for me. ദൈവം എന്റെ അവിശ്വാസത്തിലും എന്റെ സംശയത്തിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനെ തുറന്ന് എന്നോട് ചേർന്ന് പറയേ, എന്റെ അവിശ്വാസത്തിലും എന്റെ സംശയത്തിലും എന്റെ ദൈവം പ്രവർത്തിക്കും, എന്റെ ദൈവം പ്രവർത്തിക്കും. ആമേൻ. കർത്താവിന്റെ അടുക്കൽ ചിലർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം ഇതാണ്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം. Gospel of Mark chapter 9 and verse 24. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, immediately the father of the child cried out and said, I believe, help my unbelief. ആമേൻ. മലയാളത്തിൽ ഇങ്ങനെയാണ്, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. വായിക്കാമോ? ബാലന്റെ അപ്പനുടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ
എന്റെ അവിശ്വാസത്തിന് സഹായിക്കണേ. He can help our unbelief. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, എന്റെ വിശ്വാസത്തിന്റെ കുറവ് നിമിത്തം എന്റെ കർത്താവിനെ തള്ളിക്കളയത്തില്ല. The helping hand of God, it shall help all my unbelief. ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ വിഷയത്തിൽ നിനക്ക് വിശ്വാസമില്ലായിരിക്കാം, നീ കരകയറുമെന്ന് നിനക്ക് വിശ്വാസമില്ലായിരിക്കാം, നീ ജയിക്കുമെന്ന് നിനക്ക് വിശ്വാസമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പിശാചിനെ നോക്കി പറഞ്ഞാട്ടെ, He can help my unbelief. He can help my undoubting heart. അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് പറയുന്നത് ഇതാണ്: കർത്താവേ, നിനക്ക് കഴിയുമെങ്കിൽ എന്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണമേ. നിനക്ക് കഴിയുമെങ്കിൽ, if it's possible with you. യേശു അവനോട് ചോദിച്ചു, നീ എന്താ പറയുന്നത്? If it is possible with you എന്നോ, എനിക്ക് കഴിയുമെങ്കിൽ എന്നോ? ആമേൻ. എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല എന്ന് യേശു കർത്താവോട് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, help my unbelief. എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. എന്റെ സഹോദരങ്ങളെ, ദൈവപ്രവൃത്തി കണ്ടവരെല്ലാവരും വിശ്വസിച്ചവരല്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവപ്രവൃത്തി കണ്ടവരെല്ലാവരും വിശ്വസിച്ചവരല്ല. വാഗ്ദത്തം കേട്ട സാറ വിശ്വാസത്തോടെ ദൂതെ കയറി പിടിച്ചോ? വിശ്വാസത്തോടെ വാഗ്ദത്തത്തെ ചാടി പിടിച്ചോ? വാഗ്ദത്തം കേട്ട സാറ കൈയടിച്ചു വാഗ്ദത്തത്തെ മേടിച്ചോ? വാഗ്ദത്തം കേട്ട സാറ ആമേൻ പറഞ്ഞു വാഗ്ദത്തത്തെ മേടിച്ചോ? വാഗ്ദത്തം കേട്ട സാറ ആമേൻ ദൂതിനെ കയറി ചാടി പിടിച്ചോ? ഒന്നും ചെയ്തില്ല. കേട്ട ദൂതിന്റെ മുൻപാകെ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ചിരിച്ചപ്പോൾ അവളുടെ സംശയത്തിന്റെ നടുവിൽ കർത്താവ് പറഞ്ഞു, സാറായേ, നീ ചിരിക്കുന്നതെന്ന്, there is nothing impossible for me. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് ദൂത് പറയുന്നു, നീ നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം ദൈവത്തിന്റെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കും. സംശയിക്കുന്ന വിഷയത്തിൽ നീ അത്ഭുതം കാണും. നീ അവിശ്വസിക്കുന്ന വിഷയത്തിൽ നീ അത്ഭുതം കാണും. യേശു മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. പക്ഷേ അവരുടെ വായിൽ നിന്ന് വന്നത് മുഴുവൻ എന്തായിരുന്നു അറിയാമോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. രണ്ട്, ഇപ്പോൾ അവർ നാറ്റം വെച്ച് കാണും. കർത്താവേ, ദിവസം 4 ഇറ്റ്സ് ലേറ്റ്. അവർ പറഞ്ഞതെല്ലാം ഡൗട്ട്ഫുൾ വേർഡ്സ് ആയിരുന്നു, വേർഡ്സ് ഓഫ് അൺബിലീഫ് ആയിരുന്നു. പക്ഷേ യേശു കർത്താവ് കല്ലറയ്ക്കൽ കടന്നു ചെന്ന് കല്ലുകളെ ഉരുട്ടി മാറ്റിച്ച് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വരുന്നത് കണ്ടിട്ട് പട്ടണം വിശ്വസിച്ചതുപോലെ, you shall see the miracles of God, you shall see the glory of God, and your face shall be Jesus, Jesus. ഇന്ന് രാത്രി ദൈവത്തിന്റെ അവിശ്വാസത്തിന് സഹായിക്കും. ആമേൻ. ദൈവത്തിന്റെ അവിശ്വാസത്തിന് സഹായിക്കും. എന്റെ സഹോദരങ്ങളെ, ഞാൻ ചില വാക്യങ്ങളിൽ കൂടെ കടക്കുകയാണ്. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫസ്റ്റ് തിമോത്തി chapter 1 verse 13 and 14. ഫസ്റ്റ് തിമോത്തി chapter 1 verse 13 and 14. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. മുമ്പേ ഞാൻ ദൂഷകനും മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. ഇത് 3 കാര്യങ്ങളെയാണ് പറയുന്നത്. ദൂഷകൻ എന്ന് പറഞ്ഞാൽ ബ്ലാസ്ഫമർ, അത് വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. രണ്ടാമതായി പറയുകയാണ്, ഞാൻ ഉപദ്രവിയായിരുന്നു, അതെന്റെ കൈകളുടെ പ്രവൃത്തിയാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയാണ്, ഞാൻ നിഷ്ഠൂരനായിരുന്നു, എൻ്റെ മൈൻഡ് ശരിയല്ലായിരുന്നു. കറപ്റ്റഡ് വേർഡ്സ്, കറപ്റ്റഡ് ആക്ട്, corrupted thought. His thought was corrupted, his words were corrupted, his actions were corrupted. Amen. ഈ 3 ലെവലിലും താൻ കറപ്റ്റഡ് ആയിരുന്നു. പക്ഷേ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാകുന്നു, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ?
how I received mercy. Amen. അവിടെ പറയുകയാണ് because I had acted ignorantly in unbelief. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, for the actions in ignorance, for the actions in unbelief, you shall receive mercy. Amen. Amen. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Amen. Amen. For the actions in unbelief, for the actions in ignorance, you shall receive mercy. അതാണ് ഇവിടെ പറയുന്നത്. എന്റെ അവിശ്വാസത്തിൽ ഞാൻ ചെയ്തു പോയ പ്രവർത്തിക്ക്, എന്റെ അജ്ഞതയിൽ ഞാൻ ചെയ്തു പോയ പ്രവർത്തിക്ക് എന്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു. രാത്രി എവിടെയൊക്കെ നിന്റെ അവിശ്വാസത്തിന്റെ പ്രവർത്തികൾ നിനക്കെതിരെ പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ക്ലെയിം ചെയ്ത് നിന്റെ നന്മകളെ അടച്ചു വെച്ചിരിക്കുന്നു, ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകത്തിനുള്ള അധികാരത്തിൽ അൺലോക്ക് ചെയ്യുന്നു. I received mercy. I received mercy. How do you receive the mercy? I had acted ignorantly in unbelief. I received mercy because I was a holy man. I was a saint. I was a true believer. ഇതൊന്നുമല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് I received mercy because I had acted ignorantly in unbelief. ഇന്ന് രാത്രി നിന്റെ ഇഗ്നോറൻസിന് നേരെ, നിന്റെ അൺബിലീഫിന് നേരെ പിശാച് ക്ലെയിം കൊണ്ടുവച്ച് നിന്റെ അനുഗ്രഹങ്ങളെ തടയുമ്പോൾ കർത്താവ് അതിനെ ഓപ്പോസിറ്റ് നിന്ന് പറയുകയാണ്, Amen, through my mercy I shall deliver you. നിന്റെ കുടുംബത്തിന്റെയോ നിന്റെ മാതാപിതാക്കളുടെയോ നിന്റെയോ അവിശ്വാസം കൊണ്ട് അടഞ്ഞുപോയ വഴികൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരുണയാൽ തുറന്നു പറയുകയാണ്. ഒരു മിനിറ്റ് ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഇന്നലകളിൽ നിന്റെ അവിശ്വാസത്തിൽ, നിന്റെ അധൈര്യത്തിൽ, നിന്റെ കുറവുകളിൽ തടയപ്പെട്ട നന്മകൾ രാത്രി സ്വർഗ്ഗമത അൺലോക്ക് ചെയ്യുന്നു. അവിടെ അദ്ദേഹം പറയുകയാണ്, I had acted in ignorance and unbelief. എന്തൊക്കെയാണ് താൻ ചെയ്തത്? Words of ignorance, words of unbelief. അടുത്തത് actions of ignorance and actions of unbelief. അടുത്തത് thoughts of ignorance and thoughts of unbelief. ഇന്ന് രാത്രി whatever may be, there may be words, actions, thoughts of unbelief or ignorance, but the mercy of God can rectify the problems from the source. ഇന്ന് രാത്രി വിശ്വസിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞത്, എന്റെ അവിശ്വാസം കൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയത് മുഴുവൻ, എന്റെ ഭോഷത്വം കൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയത് മുഴുവൻ എന്റെ ദൈവത്തിന്റെ കരുണയാൽ, എന്റെ ദൈവത്തിന്റെ കരുണയാൽ, എന്റെ ദൈവത്തിന്റെ കരുണയാൽ എന്റെ ദൈവം അതിനെ മാറ്റുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ അവിശ്വാസത്തിൽ അജ്ഞതയിലും പ്രവർത്തിച്ചു, ദൈവമോ എന്നോട് അഭിഷേകത്തിൽ കരുണ കാണിച്ചു. ഇത് രാത്രി പറഞ്ഞോട്ടെ, എന്റെ അവിശ്വാസത്തിൽ ദൈവകരുണ വെളിപ്പെടും. നിന്റെ അവിശ്വാസം കൊണ്ട് നഷ്ടമായി എന്ന് ശത്രു പറയുന്ന വിഷയത്തിൽ, നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ ഇങ്ങനെ കിടക്കുന്നതെന്ന് ലോകം പറയുന്ന വിഷയത്തിൽ ദൈവം നിന്നോട് കരുണ കാണിക്കും. അവിടെ പൗലോസ് ഒരു കാര്യം പറയുകയാണ്, I had acted in ignorance. ഇന്ന് രാത്രി ഞാൻ അതിനെ നിന്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. നിന്റെ ഇഗ്നോറൻസിനകത്ത് നീ എഴുതിയ പരീക്ഷയ്ക്കകത്ത്, നിന്റെ ഇഗ്നോറൻസിനകത്ത് നീ അറ്റൻഡ് ചെയ്യുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ കരുണ പ്രവർത്തിക്കും. ഇന്ന് രാത്രി അതെന്നുള്ളത് പറഞ്ഞാൽ the mercy of God shall work on my ignorance. ഇന്ന് രാത്രി പറഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ കരുണ എന്റെ ഇഗ്നോറൻസിൽ പ്രവർത്തിക്കും. The mercy of God shall act on my ignorance. എന്റെ ബോൾനെസ് അദ്ദേഹം പറയുക, ഞാൻ അറിവില്ലായ്മയിൽ ചെയ്തു, ഞാൻ അവിശ്വാസത്തിൽ ചെയ്തു, പക്ഷെ അതിന്റെ മുകളിലെല്ലാം ദൈവത്തിന്റെ കരുണകൾ പ്രവർത്തിച്ചു. രാത്രി
നിന്റെ അറിവില്ലായ്മയും നിന്റെ അവിശ്വാസത്തെയും ദൈവത്തിന്റെ കരുണ പരിഹരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഡീഗ്രേഡ് ചെയ്ത് നമ്മൾ പറയുന്നത് യൂദാസിനെയാണ്. അടുത്തതാരെ പറയുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തോമസിനെ പറയും. അടുത്തതാരെ പറയുമെന്ന് ചോദിച്ചാൽ നമ്മൾ പത്രോസിനെ പറയും. ആമേൻ. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ളത് ആരാണെന്ന് അറിയാമോ? തോമസും പത്രോസും തന്നെയാണ്. തോമസും പത്രോസും തന്നെയാണ് ഏറ്റവും കൂടുതൽ ദൈവകരങ്ങളാൽ ഉപയോഗിക്കപ്പെട്ടതെന്നും ഒരളവിൽ വേണമെങ്കിൽ പറയാം. എൻ്റെ സഹോദരങ്ങളെ, തോമസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യം, Gospel of John chapter 20 and verse 27. ആമേൻ. There we can see the life of Thomas. ആമേൻ. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ. ശിഷ്യന്മാരുടെ അടുക്കൽ യേശു കടന്നു വന്നു. അവിടെ തോമസിന് രണ്ട് തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, on the first time when Jesus visited them, Thomas was not with them. All the other 10 was in that room, but he was not in that fellowship. He was wandering somewhere. But all the other 10 were in one unity, in one room, in one fellowship, and they were in one accord. But Thomas was not in fellowship with them, and he was on his self route, on his self way, on his self wandering. Amen. അതുകൊണ്ടാണ് ആദ്യം യേശു വന്നപ്പോൾ എന്ത് പറ്റിയില്ല? തോമസിന് അവിടെ കാണപ്പെടുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, തോമസിനെ പോലെ പലപ്പോഴും നമ്മളും കൂട്ടായ്മ തള്ളിപ്പോയി, നമ്മളും ദൈവത്തെ വിട്ട് അകന്നുപോയി. പ്രാർത്ഥിക്കുവാൻ എല്ലാവരും കൂടിയിരുന്നപ്പോൾ നമ്മൾ അവിടെ കണ്ടില്ല. ആരാധിക്കുവാൻ എല്ലാവരും കൂടിയിരുന്നപ്പോൾ നമ്മൾ അവിടെ കണ്ടില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വഴിക്ക് പോയി. പക്ഷെ ഈ രാത്രി again and again, എന്നാൽ 8-ാമത്തെ ദിവസം യേശു പിന്നെയും അവിടെ വന്നു. എന്തിനു വേണ്ടി? കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് വരാഞ്ഞവൻ ഈ ആഴ്ച ആരാധനയ്ക്ക് വന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് യേശു ഓടി എന്ത് ചെയ്തു? അവിടെ വന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ ആരാധനയ്ക്ക് ഒരാഴ്ച നമ്മള് ഒരാൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിന് അവർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ രണ്ടാമത് ഒന്നും കൂടെ മെസ്സേജ് ഇടാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അന്ന് അയച്ച മെസ്സേജിന് പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞാനിനിയിപ്പം ഇടുന്നില്ല. നമ്മൾ ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ല, 2 വട്ടം വിളിച്ചിട്ട് എടുത്തില്ല. 2 ദിവസം കഴിഞ്ഞ് പറയും ഒന്നുകൂടെ വിളിക്കുക. ഞാനന്ന് 2 വട്ടം വിളിച്ചിട്ടും അവരെടുത്തില്ല. ഇനി ഏതായാലും ഞാൻ വിളിക്കുന്നില്ല. നമ്മളൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ആളിനെ കണ്ടില്ല. നമ്മൾ പറയും, നമ്മൾ അന്ന് അവിടെ പോയി, അവിടെ ചെന്നിട്ട് ആളില്ലെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ വരെ ചെന്നതെന്ന് അറിഞ്ഞിട്ട് അവർ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരട്ടെ. അല്ലാതെ നമ്മൾ ഇനിയിപ്പോൾ ഓടി അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ജീസസ് visited them repeatedly. Again a second visit. കർത്താവേ, നീ എന്തിനാ ശിഷ്യന്മാരെ രണ്ടാമത് വിസിറ്റ് ചെയ്യുന്നത്? യേശു പറയും, ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ തോമസേ അന്ന് മീറ്റിങ്ങിന് വന്നില്ലായിരുന്നു. തോമസ് മീറ്റിങ്ങിന് വന്നില്ല. അതുകൊണ്ട് തോമസ് വരുന്ന മീറ്റിങ്ങിന് ഞാൻ പോകാം. കർത്താവേ, നീ ഇത്ര ഉന്നതൻ, ഉയർന്നവൻ, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചവൻ, വല്ലപ്പോഴും ആരാധനയ്ക്ക് മീറ്റിങ്ങിന് ഇറഗുലറായിട്ട് ഇരിക്കുന്ന അവനെ കാണാൻ എന്തിനാ കർത്താവേ പോകുന്നത്? ആമേൻ. ഞാനായിരുന്നേ പോകുമോ? നിങ്ങളായിരുന്നേ പോകുമോ? പക്ഷേ ഇറഗുലറായിട്ടിരുന്ന തോമസിനെ കാണുവാൻ യേശു കടന്നുപോയി. ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞ അറിയണം ദൈവവൈതലെ, നിന്റെ ഇറഗുലാരിറ്റിയിൽ അവൻ റിപ്പീറ്റഡ്ലി അറ്റംപ്റ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം തോമസ് അവിടെ കടന്നു. യേശു അവിടെ കടന്നു എന്ന് ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അടുത്തതായിട്ട് അവൻ ഈ ആദ്യത്തെ പ്രാവശ്യം ആരാധനയ്ക്ക് വരാതിരുന്നിട്ട് തോമസ് ഇവരുടെ അടുക്കൽ പറയുന്നത് മുഴുവൻ എന്താണെന്ന് അറിയാമോ? അവിശ്വാസത്തിന്റെ വാക്ക്. ഞാനൊരു കാര്യം പറയാം, ഡിസിപ്ലിൻഡ് പ്രയർ ലൈഫ് നമുക്ക് നഷ്ടപ്പെട്ടാൽ, ഡിസിപ്ലിൻഡ് വർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ അവിശ്വാസത്തിന്റെ വാക്കുകൾ പുറപ്പെടും. ഞാനൊരു കാര്യം കൂടെ പറയാം, അവൻ ഒരു മനുഷ്യൻ എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുമെങ്കിൽ അവനിൽ ഒരു ഡിസിപ്ലിൻഡ് പ്രയർ ലൈഫ് ഇല്ല, അവനിൽ ഒരു ഡിസിപ്ലിൻഡ് വർഷിപ്പ് ഇല്ല. അതുകൊണ്ടാണ് അവന്റെ വായിൽ നിന്ന് എപ്പോഴും എന്ത് വരുന്നത്? നെഗറ്റീവ്, അവിശ്വാസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ വാക്കുകളിൽ വിശ്വാസം ജനിക്കണമെങ്കിൽ you must have a disciplined prayer life, you must have a disciplined worship life. അപ്പോൾ തോമസ് ആരാധനയ്ക്ക് കൃത്യമായി വരാത്തത്, പ്രാർത്ഥനയ്ക്ക് കൃത്യമായി വരാത്തത്, വിശ്വാസികൾ ശിഷ്യന്മാരെല്ലാം കൂടെ കൂടിയിരിക്കുമ്പോൾ വാണ്ടർ ചെയ്ത് നടന്നത്.
അവനിപ്പം കണ്ടപ്പോ എല്ലാം മുഴുവൻ എന്താ പറയുന്നത് അറിയാമോ? നാല് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇന്ന് ആരും കർത്താവ് കരുതിയില്ലല്ലോ. എടാ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ സൺഡേ കണ്ടില്ലല്ലോ, ഷിഫ്റ്റ് ഭയങ്കര കഷ്ടമായിരുന്നു, ഞായറാഴ്ച വന്നില്ല, എഴുന്നേറ്റപ്പോ രാവിലെ ഭയങ്കര നടുവേദനയായിരുന്നു. You are not regular in prayer. You are not regular in worship. That's why you are uttering always the words of unbelief and faithless words. കേട്ടോ? പക്ഷെ ഇവിടെ തോമസിനെ ഈ പ്രശ്നങ്ങളെല്ലാം, എന്നിട്ട് തോമസ് വന്നുടനെ കർത്താവ് തോമസിന്റെ അടുക്കൽ പറയുകയാണ്, തോമസേ നീ ഇനി അടുത്തു വന്നേ, തോമസേ നീ ഇനി അടുത്തു വന്നേ, നീ എൻ്റെ കയ്യില് ആണിപ്പാടിൽ നീ ഒന്ന് തൊട്ടേ, ആണിപ്പാടിൽ നീ ഒന്ന് തൊട്ടേ. യേശു തന്റെ ഉടുപ്പ് മാറ്റിയിട്ട്, തന്റെ കുപ്പായം മാറ്റിയിട്ട് ചങ്കിലേക്ക് അവൻ്റെ അടുത്ത് പറയാം, നീ അവിടേക്ക് ഒന്നുകൂടെ വിരലിട്ട് നോക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, കല്ലറയ്ക്കൽ വെളുപ്പാങ്കാലത്ത് കാത്തു നിന്ന് മറിയ യേശുവിനെ തൊടാൻ ചെന്നപ്പോ എന്തോ പറഞ്ഞെന്നറിയാമോ? തൊടരുതെന്ന് പറഞ്ഞു. പക്ഷെ അവിശ്വാസിയായ തോമസിന്റെ അടുക്കൽ എന്തോ പറഞ്ഞറിയാമോ? നീ തൊട്ടിട്ട് പോയാൽ മതിയല്ലോ. ഇന്ന് രാത്രി ആ യേശു അവിടെ നിന്ന് ആ വിസിറ്റിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോ പത്രോസും അന്ത്രയാസും യോഹന്നാനും യാക്കോബും മത്തായി മുഴുവനും ചെന്ന് ഈ തോമസിന്റെ അടുക്കൽ ചോദിച്ചു കാണും, അവന്റെ മുഴുവൻ തൊട്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? You felt something special? The privilege to touch the resurrected Christ. It was only for Thomas. എന്താ കാരണം അറിയാമോ? Because he was in unbelief. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ അവിശ്വാസത്തിൽ അവൻ നിന്നെ തള്ളിക്കളയത്തില്ല. നിന്റെ അവിശ്വാസത്തിൽ അവൻ നിന്നെ കുറച്ചും കൂടെ ആഴത്തിലേക്ക് അടുപ്പിച്ചു പിടിക്കും. അവൻ നിന്നോട് പറയും, നിന്റെ അവിശ്വാസം മാറാൻ നിനക്കെന്നെ തൊടണോ, നിനക്കെന്റെ മുറിവുകളിൽ തൊടണോ, നീ എവിടെ വേണമെങ്കിലും തൊട്ടോ, നിന്റെ അവിശ്വാസത്തെ സഹായിക്കുന്നത്. കത്തോലിക്കരുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, ആമേൻ, മലയാറ്റൂർ മലയിൽ കയറി പോകുന്ന ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത്, കേട്ടറിഞ്ഞ് വിശ്വസിപ്പാൻ സാധ്യമല്ലെന്ന് ഓതിനി, തൊട്ടറിഞ്ഞ് വിശ്വസിച്ച് സത്യവാദിയായി നീ എന്ന്. സത്യവാദി, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഒരളവിൽ ഇന്ന് യേശു ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ലിറ്ററൽ പ്രൂഫായിട്ട് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത് പോലും എന്താണെന്നറിയാമോ? തോമസിന്റെ അവിശ്വാസമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുക, എന്റെ അവിശ്വാസം പോലും ദൈവ പ്രവർത്തിക്ക് കാരണമായി. നിന്റെ അവിശ്വാസം നിമിത്തം ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നിന്റെ അവിശ്വസ്തത നിമിത്തം ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ ഡൗട്ടുകൾക്കകത്തും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഞാൻ 4ാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. വേഗത്തിൽ ചില ഭാഗങ്ങളെ കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. റോമലേഖനം 11-ാം അധ്യായം അതിന്റെ 30, 31, 32 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ. ഒരു വാക്ക് നിങ്ങൾ കണ്ടോ? അനുസരണക്കേടിനാൽ കരുണ ലഭിച്ചു. അടുത്ത ഭാഗം, നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവർ അനുസരിക്കാതിരിക്കുന്നു. ഇത് കണ്ടോ സഹോദരങ്ങളെ? ബൈബിൾ ഒരു മനുഷ്യനെ നോക്കി പറയുക, നമ്മളൊരു മനുഷ്യൻ അനുസരിക്കാതിരിക്കുന്നത് കണ്ടാൽ എന്തു പറയും? അവൻ നശിക്കാനാണ് അവൻ അനുസരിക്കാതിരിക്കുന്നത്, അവൻ മൂടിയാനാണ് അവൻ അനുസരിക്കാതിരിക്കുന്നത്. പക്ഷെ ബൈബിൾ എന്തോ പറയുന്നതെന്നുണ്ടോ? അവന് കരുണ ലഭിക്കേണ്ടതിന് അവൻ അനുസരിക്കാതിരിക്കുന്നു. ആ ഭാഗം ഒരിക്കൽ കൂടെ വായിക്കാമോ? നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അടുത്ത ഭാഗം, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അനുസരണക്കേടിൽ ഒരുത്തൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അടച്ചു കളഞ്ഞു എന്നാണ് മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷിൽ അത് പറയുന്നത് കൺസൈൻഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് വന്ന് ഇവനെ പിടിച്ചു വലിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്നാ പിന്നെ അവരൊന്ന് അനുസരണക്കേടിനങ്ങ് പോകട്ടെ. കാരണം ഏത് അനുസരണക്കേടിനകത്തു നിന്നും അവനെ പിടിച്ചു വലിച്ചെടുക്കാൻ വേണം ദൈവത്തിന്റെ കരുണയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. രാത്രി തിരിച്ചറിയണം, ജീവിതത്തിൽ പഴയ പാപങ്ങൾ നിങ്ങളെ അലട്ടും,
മക്കളെ, നമ്മളെ എല്ലാവരെയും പഴയ പാപങ്ങളാലോ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ടീനേജ് കയറി വരുമ്പോൾ, ആമേൻ, 13 തുടങ്ങി 19 വരെ വയസ്സുകൾക്ക് ഒരുപക്ഷെ നമ്മൾ ക്ലാസ് റൂമുകളിൽ ചെയ്തതായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ട്രാവലിങ്ങുകളിൽ ചെയ്തതായിരിക്കാം, വഴക്കുണ്ടാക്കിയതായിരിക്കാം, ക്ലാസ്സിൽ റിവോൾട്ട് ഉണ്ടാക്കിയതായിരിക്കാം, കൊച്ചു കൊച്ചു വിഷയങ്ങളായിരിക്കാം, ചെറിയ വിഷയങ്ങളായിരുന്നാലും വലിയ വിഷയങ്ങളായിരുന്നാലും. പിന്നത്തേത് ഒരുപക്ഷെ മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നതായിരിക്കാം, ഒരുപക്ഷെ കൂട്ടുകാരെ തല്ലിയതായിരിക്കാം, ഒരുപക്ഷെ അധ്യാപകരെ പരിഹസിച്ചതായിരിക്കാം, ഒരുപക്ഷെ സൺഡേ സ്കൂളിൽ കുഴപ്പമുണ്ടാക്കിയതായിരിക്കാം. ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് മതി, ആ തെറ്റിനെ വെച്ച് പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ ഇങ്ങനെ ഇട്ട് വല്ലാതെ തൂണ്ടിക്കൊണ്ടിരിക്കും. നീ അവിടെ തെറ്റുപറ്റി, നീ അവിടെ തെറ്റുപറ്റി, നീ ആയുസിൽ ഗതി പിടിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ അറിയണം, ആമേൻ, ദൈവം ഒരു മനുഷ്യനെ അനുസരണക്കേടിലേക്ക്, ഡിസൊബീഡിയൻസിലേക്ക് ദൈവം ഒരുത്തനെ കൺസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുത്തനെ ദൈവം പാപത്തിലേക്ക്, ആമേൻ, പോകാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, അതിനകത്തുനിന്ന് തിരിച്ചു പിടിക്കാൻ, അതിനകത്തുനിന്ന് പൊക്കിയെടുക്കാൻ ദൈവത്തിന് കഴിവുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. God consigned them to disobedience because His mercy was able to, amen, അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ His mercy was powerful. ഇന്ന് രാത്രി തിരിച്ചറിയണം, ഇന്നലെ പഴയ പാപം നിന്റെ മേളിൽ വാഴത്തില്ല. ആമേൻ. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ യൗവനത്തിൽ കരയെത്താതെ നിന്ന് കാലിടറുമ്പോൾ മനസ്സിൽ പറഞ്ഞേക്ക, ആരുടെയോ ശാപമാണ്, പിതാക്കന്മാരുടെ ശാപമാണ്, കുടുംബത്തിന്റെ ശാപമാണ്, എന്റെ കൊച്ചുനാളിലെ കൈതിരിപ്പിന്റെയാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നതെന്ന്. നോ 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 നോ. ഇന്ന് രാത്രി പിശാച് നിന്റെ നേരെ വന്നു നിന്ന് നീ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ തിരിച്ചു നിന്ന് പറയണോ, എന്റെ ദൈവത്തിന്റെ കരുണ, എന്റെ അനുസരണ പാപങ്ങളുമായി പിശാച് നിനക്കെതിരെ കയറി വന്ന് നീ രക്ഷപ്പെടത്തില്ലെന്ന് പറയുമ്പോൾ രാത്രി തിരിച്ചു പറയണം. ഏത് അടയ്ക്കപ്പെട്ട അനുസരണക്കേടിന്റെ ബന്ധനത്തിനകത്തുന്നു എന്നെ
പുറത്തെടുത്ത് മാനിക്കുവാൻ ദൈവത്തിന്റെ കരുണയ്ക്ക് ശക്തിയുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ സഹോദരങ്ങളെ. രണ്ട് ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. എനിക്ക് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കുവാൻ വേണം. ദൈവം പലപ്പോഴും നമുക്ക് വേണ്ടി നന്മയായത് ചെയ്തിട്ടും, ദൈവം നമുക്ക് വേണ്ടി പലപ്പോഴും നന്മയായത് കരുതിയാലും നാം അത് അറിയാതെ ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ, ജനസിസ് ചാപ്റ്റർ 8 verses 21 and 22. അവിടെ Noah built an altar and offered sacrifices, and God was pleased on it. അടുത്ത ഇതിലേക്ക് വരുമ്പോൾ, and then the Lord smelled the pleasing aroma. The Lord said in his heart. ദൈവം തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? ഞാൻ വായിക്കാം, ആ ഭാഗം ഒന്ന് വായിക്കാം. യഹോവ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ആരും കേട്ടില്ല. ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നുപോകയില്ല. ദൈവത്തോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ ഈ ഭൂമിയെ മനുഷ്യന്റെ കുഴപ്പ നിമിത്തം വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല. ദൈവം ആരോടാ പറഞ്ഞത്? ദൈവം തന്നെ ഹൃദയത്തിൽ പറഞ്ഞു. ആരും ഇത് എന്ത് ചെയ്തില്ല, കേട്ടില്ല. അപ്പോ നോഹയുടെ യാഗപീഠത്തെ, നോഹയുടെ ആരാധനയെ God was pleased in the pleasing aroma of the worship of Noah, and God spoke to himself in his heart. പക്ഷേ ഇത് നോഹയെ അറിഞ്ഞില്ല. നോഹയെ അറിയാഞ്ഞത് മുഖാന്തരം എന്ത് സംഭവിച്ചെന്നറിയോ? നോഹ പതുക്കെ ഒരു വീട് പണിയാൻ തുടങ്ങി, നോഹ പതുക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആകാശത്ത് കാർമേഘം വരുമ്പോഴത്തേക്ക് നോഹയ്ക്ക് പിന്നെ എന്താകാൻ തുടങ്ങി? പേടിയാകാൻ തുടങ്ങി. നോഹ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ പിന്നെയും മഴ വരുന്നു, വീട് പൊളിയുമോ, മുങ്ങിപ്പോകുമോ. ഇന്നലെ ഉണ്ടായ ആ ഫ്ലഡ് ഇദ്ദേഹത്തിന്റെ മൈൻഡിനെ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ മൈൻഡ് സെക്യൂരിറ്റി തന്റെ അകത്തുനിന്ന് പോയി, ആ കോൺഫിഡൻസ് തന്റെ അകത്തുനിന്ന് പോയി. നോഹ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, നോഹ പ്രാർത്ഥിക്കുന്നുണ്ട്, നോഹ നീതിമാനാണ്. പക്ഷേ some calamities, some incidents in his life was still haunting him. അത് തൻ്റെ ഉള്ളിൽ ഒരു വലിയ ഭയം കൊണ്ടുവരികയാണ്. Sometimes it may happen again. ഒരു വ്യക്തിക്ക് ക്യാൻസർ ഹീലായാൽ, എത്ര പെർഫെക്റ്റ് ഹീലിംഗ്, മിറക്കിൾ ഹീലിംഗ് സംഭവിച്ചാലും അവന്റെ അകത്തൊരു ഭയം കിടക്കും. എന്താണെന്ന് അറിയാമോ? ദൈവമേ ഇനി ഇത് വരുമോ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ അബോർഷൻ സംഭവിച്ചാൽ അടുത്ത കുഞ്ഞ് പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഇവൾക്ക് എന്തുണ്ടാകുമെന്നറിയാമോ? ഈ ഒരു ഭയം ഉണ്ടായിരിക്കും. ഒരു വ്യക്തി ഒരു പരീക്ഷയിൽ തോറ്റാൽ എപ്പോഴും അവന്റെ അകത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്നറിയാമോ? ഇനിയും നോക്കുമോ. എന്റെ സഹോദരങ്ങളെ, ഒരു 100 പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചാൽ, ഒരു പരീക്ഷയിൽ നിങ്ങൾ തോറ്റാൽ, നിങ്ങളെ ലൈഫ് മുഴുവൻ ഹോൾഡ് ചെയ്യുന്നത് ഞാൻ 100 പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ടെന്നുള്ള വിഷയമായിരിക്കത്തില്ല. പകരം ഞാൻ ആ ഒരു പരീക്ഷയിൽ തോറ്റുവെന്നുള്ള വിഷയമായിരിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ എൻട്രൻസിന്റെ റാങ്കിൽ പുറകിൽ പോകും. ഈ എൻട്രൻസിന് ഇവരെ ഇരുത്തുന്നതിന്റെ തന്നെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവർക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടായിരുന്നു, +1 നല്ല മാർക്കുണ്ടായിരുന്നു, +2 നല്ല മാർക്കുണ്ടായിരുന്നു. ഇവരുടെ അകത്തൊരു എബിലിറ്റി ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? എൻട്രൻസിന് ഇരുത്തുന്നത്. പക്ഷേ എൻട്രൻസിന്റെ റാങ്ക് താഴെ പോകുന്നതോടുകൂടി ഇവർക്ക് ഈ 12 വർഷത്തെ പഠനത്തിൽ ഈ 18 വയസ്സ് വരെ ഇവർക്ക് കിട്ടിയ സകല വിജയങ്ങളും എന്തായിപ്പോയി? ഔട്ട്. അതവരുടെ മൈൻഡിലേ വരത്തില്ല. ഇപ്പൊ നോഹയെ സംബന്ധിച്ച് വെള്ളം പറ്റിയതോ പെട്ടകത്തെ ദൈവം സൂക്ഷിച്ചതോ ഇതൊന്നുമല്ല നോഹയുടെ മൈൻഡിലുള്ളത്. നോഹയുടെ മൈൻഡ് ഫുള്ള് ഫിയർ ആണ്. എന്താണെന്നറിയാമോ? ഇനിയും again the flood may happen. ഞാൻ ഇനിയും ഈ അവസ്ഥയിലേക്ക് വരുമോ?
ദൈവം ഇത് കണ്ടു. ആമേൻ. ദൈവം എന്താണ് ചെയ്തതെന്നറിയാമോ? ആമേൻ. 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 9-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. അപ്പോ ദൈവം 8-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ God spoke to himself in his heart. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം അറിയാതിരുന്ന നോഹ പേടിക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് ദൈവം നോഹയുടെ അടുക്കൽ, നോഹേ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് നോഹയുടെ അടുക്കൽ പറയുകയായിരുന്നു. അല്ല, പകരം ദൈവം തൻ്റെ കയ്യിലിരുന്ന വില്ലെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനുള്ള സാധനമാണ്. ദൈവം നോഹയുടെ അടുക്കൽ പറഞ്ഞു, നോഹേ ദേ എൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഞാൻ നിന്റെ കയ്യിൽ തന്നേക്കാം. നിന്നെ വെടിവെക്കത്തില്ലെന്ന് ഞാൻ നിന്നോട് പറയുകയല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന 2 ബുള്ളറ്റ് 2 വെടിയുണ്ട നിന്റെ കയ്യിൽ തരാമെന്നല്ല പറഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് നിന്റെ കയ്യിൽ തന്നേക്കാം. ആരോ വില്ല്, അമ്പും വില്ലും വെച്ച് നോക്കുമ്പോൾ വില്ല് തോക്കും, അമ്പ് അതിനകത്തെ പെല്ലറ്റുമാണ്. ആമേൻ. ദൈവം പെല്ലറ്റല്ല നോഹയുടെ കൊടുത്തത്. ദൈവം ഗണ്ണെടുത്ത് നോഹയുടെ കൊടുത്തിട്ട് പറഞ്ഞു, നോഹ ഞാൻ ഇനി നിന്നെ വെടിവെക്കത്തില്ലെന്ന് നിനക്കൊരു ഉറപ്പ് തരികയാണ്. അതിനൊരു കാര്യം ചെയ്യാം, എന്റെ ഗണ്ണിനി നിന്റെ കയ്യിലിരുന്നോട്ടെ, ഞാൻ നിന്നെ വെടിവെക്കത്തില്ല. ഇത് രാത്രി ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഇന്നലകളിൽ സംഭവിച്ച അനർത്ഥം റിപ്പീറ്റ് ചെയ്യുമെന്ന് ഒരു ഭയം നിന്നെ അലട്ടുന്നുവെങ്കിൽ, ഒരു സംശയം നിന്നെ അലട്ടുന്നുവെങ്കിൽ, ഒരു അധൈര്യം നിന്നെ അലട്ടുന്നുവെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗ്ഗം നിന്നോട് പറയുകയാണ്, it shall not happen. എന്താണ് ദൈവം നോഹയെ കാണിക്കുന്നത് അറിയോ? നോഹേ ഇതിന്റെ അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, അടുത്ത ഭാഗത്തിൽ പറയുന്നത് 14-ാം വാക്യം, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ലുകാർ ഭൂമിയുടെ മീതെ മേഘം വരുത്തും എന്ന് പറഞ്ഞാൽ, നീ കണ്ട നീലാകാശം, നീ കണ്ട മനോഹരമായ ആകാശം നീ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഡാർക്കാവുന്നത് കാണാൻ കഴിയും. അവിടെ മുഴുവനും കറപ്പുടുത്തതുപോലെ dark cloud may cover the beautiful sky. ആമേൻ. നീ എവിടെ നോക്കിയാലും ഒന്ന് മാത്രം കാണുവാൻ കഴിയും, the darkness of the cloud. പക്ഷേ നീ ആകാശത്തിലേക്ക് എവിടെ നോക്കിയാലും dark cloud മാത്രം കാണുമ്പോൾ, ആമേൻ, in the midst of the dark cloud you shall see all the colors as the bow my covenant. സകല ലോകവും നിന്റെ മുൻപാകെ കറുപ്പ് നിറഞ്ഞു കാണുമ്പോൾ, എന്റെ കളർഫുൾനെസ്, എന്റെ സൗന്ദര്യം ഞാൻ നിന്നെ കാണിക്കും. ആമേൻ. രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ ദൈവമേ? നിന്റെ സംശയത്തിന്റെ നടുവിൽ, നിന്റെ ഭയത്തിന്റെ നടുവിൽ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ആമേൻ. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന് ഈ കാർമേഘം വരുന്ന ഉടനെ നോഹയ്ക്ക് പേടി വരും. ഈ നോഹയ്ക്ക് പേടി വരുന്ന ഉടനെ ദൈവത്തിന് ഈ കാർമേഘത്തെ മുഴുവനും ഒറ്റ മിനിറ്റിൽ ഡിസപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം ഭൂമിയുടെ സിസ്റ്റം മാറ്റി. കാർമേഘം വരണം, മഴ പെയ്യണം. Clouding and raining is the next process from the day of flood. It shall not be amended. It must happen. പക്ഷേ അതിന്റെ നടുവിൽ ദൈവം നോഹയുടെ അടുക്ക പറഞ്ഞു, നോഹ നീ ആകാശത്തേക്ക് നോക്കി ദൈവമേ കാർമേഘം എന്ന് പറയുന്ന ഉടനെ എനിക്ക് ആ കാർമേഘം എന്ത് ചെയ്യാൻ കഴിയത്തില്ല, മാറ്റാൻ കഴിയത്തില്ല. പകരം ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ കളർഫുൾ ബോ ഞാൻ അതിന്റെ മധ്യേ വെക്കാം. ആമേൻ. Do not focus on the dark clouds, but see and relax and rejoice in the colorful bow. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമേ, കാർമേഘം പോലെ പ്രശ്നങ്ങൾ നിന്റെ നേരെ വരുമ്പോൾ, മഴവില്ല് പോലെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിന്നോട് പറയും. കാർമേഘം പോലെ പ്രതിസന്ധികൾ നിന്റെ നേരെ വരുമ്പോൾ, മഴവില്ല് പോലെ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ തന്നിട്ട് കർത്താവ് നിന്നോട് പറയാ, നീ ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈകനെ, നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കത്തില്ല. നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കത്തില്ല. Tonight I declare unto you, നീ എന്തിനെ ഭയപ്പെടുന്നു അത് നിന്റെ മേൽ വരികയില്ല. What you fear, what you are afraid of, it shall not happen on your life. Tonight let me repeat, what you are afraid of, it shall not happen on your life. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അവരുടെ അകത്തൊരു ഭയം നടക്കുകയാണ്. ചിലത് റിപ്പീറ്റ് ചെയ്യുമോ? 10ാം ക്ലാസ്സിൽ തോറ്റതുപോലെ ഞാൻ +2 നോക്കുമോ?
പ്ലസ് ടുവിൽ തോറ്റതുപോലെ ഡിഗ്രിയിലും നോക്കുക. കർത്താവേ, അവരുടെയും ഇവരുടെയും ഒക്കെ കുടുംബജീവിതം തകർന്നതുപോലെ എന്റെയും കുടുംബജീവിതം തകരുമോ? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഭയമോ. എന്തിനാണെന്നറിയാമോ? കല്യാണം കഴിക്കാൻ ഭയമോ. ഇന്ന് ഏറ്റവും കൂടുതൽ യൗവനക്കാരെ അലട്ടുന്ന ഭയം എന്താണെന്നറിയാമോ? കല്യാണം കഴിക്കാനുള്ള ഭയമാണ്. കാരണം അവരുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം കല്യാണം കഴിച്ച് അത് പ്രശ്നത്തിലാക്കുമ്പോൾ ഇവർക്ക് ഭയം തട്ടുകയാണ്. ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ ആരെ വിശ്വസിച്ചേൽപ്പിക്കുമെന്ന്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, നോഹ ഭയപ്പെട്ടപ്പോൾ ദൈവം നോഹയുടെ അടുക്കൽ പറഞ്ഞു, നോഹ നീ പേടിക്കണ്ട, നോഹ നീ പേടിക്കണ്ട, do not be afraid of. നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടണ്ട. In the midst of dark clouds I will manifest my colorful bow. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നീ ഭയപ്പെടരുത്, പ്രതികൂലങ്ങളെ ഭയപ്പെടരുത്, വെല്ലുവിളികളെ ഭയപ്പെടരുത്. അതിന്റെ നടുവിൽ ദൈവം നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. It shall not repeat in your life. ആരുടെയൊക്കെ കുടുംബത്തിൽ നടന്ന് നിന്റെ കുടുംബത്തിൽ സംഭവിക്കത്തില്ല. നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ച ചില വിഷയങ്ങൾ നിന്റെ കാലത്ത് സംഭവിക്കത്തില്ല. It shall not repeat in your life. രാത്രി പരിശുദ്ധാത്മാവ് നിനക്കൊരു ഉറപ്പ് നൽകുന്നു, നിന്റെ ജീവിതത്തിൽ ഇനി അത് ആവർത്തിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ഇനി അത് ആവർത്തിക്കത്തില്ല. നീ ഇപ്പോൾ സങ്കടപ്പെടുന്നെങ്കിലും ദൈവം അത് നേരത്തെ ദൈവം തന്റെ ഹൃദയത്തിൽ കരുതിയതാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നോട് ആവർത്തിച്ച് തന്റെ മഴവിൽ വെച്ചിട്ട് പറയുകയാണ്, നീ ഭയപ്പെടരുത്, നോഹ പേടിച്ചു. ദൈവം പറഞ്ഞു, നോഹേ, എന്റെ വില്ല് കാണിച്ച് ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. രാത്രി എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഭയപ്പെട്ടുവെന്ന് കരുതി അത് സംഭവിക്കത്തില്ല. യോബ് പറഞ്ഞു, ഞാൻ പേടിച്ചത് എനിക്ക് ഭവിച്ചു. നമ്മൾ പലപ്പോഴും പറയും പേടിച്ചത് എനിക്ക് ഭവിച്ചു. പക്ഷെ നോഹ പേടിച്ചത് നോഹയ്ക്ക് ഭവിച്ചോ? നോഹ പേടിച്ചത് നോഹയ്ക്ക് ഭവിച്ചോ? ഭവിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ എത്ര പേടിച്ചാലും നീ പേടിക്കുന്നത് നിനക്ക് ഭവിക്കത്തില്ല. നീ എത്ര പേടിച്ചാലും നീ പേടിക്കുന്നത് നിനക്ക് ഭവിക്കത്തില്ല. നോഹ പേടിച്ചു, പക്ഷേ നോഹ പേടിച്ചത് നോഹയ്ക്ക് ഭവിച്ചില്ല. രാത്രി ഞാൻ നിന്റെ മേൽ ദൈവം എന്നിൽ പേരിട്ടിരിക്കുന്ന പ്രവചന അധികാരത്തിൽ ഞാൻ നിന്റെ മേൽ വിളിച്ചു പറയുന്നു, നീ പേടിക്കുന്നത് നിനക്ക് ഭവിക്കുകയില്ല. പേടിക്കുന്നത് നിനക്ക് ഭവിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തോട് ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, എനിക്ക് പല വിഷയങ്ങളെ കുറിച്ചും ആശങ്കയാണ്, എനിക്ക് പല വിഷയങ്ങളെ കുറിച്ചും ഭയമുണ്ട്. പക്ഷെ അതെന്റെ ജീവിതത്തിൽ വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്ന് പറഞ്ഞേ, എനിക്ക് പല വിഷയങ്ങളെ കുറിച്ചും ആശങ്കയുണ്ട്, എനിക്ക് പല വിഷയങ്ങളെ കുറിച്ചും ഭയമുണ്ട്. പക്ഷെ അതെന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. I am afraid of something. I am doubtful in something. In some matters I am anxious about that. But I am confident it shall not happen in my life. It shall not happen in my life. Noah was afraid of the repeated floods. But God told him, it shall not happen again. God manifested his bow in the midst of dark clouds and confirmed it. It shall not happen again. What you are afraid of, it shall not happen in you. ചില വ്യക്തികൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നതിനെ ഞാൻ ഫീൽ ചെയ്യുന്നു. രാത്രി പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നതിനെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നു. ഞാൻ അടുത്ത പോയിന്റിലേക്ക് കയറുമ്പോഴും പരിശുദ്ധാത്മാവിനെ പിടിച്ചു നിർത്തുകയാണ്. ചില വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നു.
കുടുംബത്തെ നോക്കി പറഞ്ഞേക്കാം, അവർക്ക് ഇവർക്കൊക്കെ ഈ രോഗം വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയി. നിന്റെ അവസ്ഥകളെ നോക്കി പറഞ്ഞേക്കാം, അവർക്ക് ഇവർക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ നിന്റെ ജീവിതത്തിൽ അത് വരത്തില്ല. നിന്റെ ജീവിതത്തിൽ അത് വരത്തില്ല. It shall not happen in your life. എന്റെ സഹോദരങ്ങളെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് സാറായുടെ വിഷയമാണ്. സാറ വിശ്വസിച്ചിട്ടാണോ വാഗ്ദത്തം പ്രാപിച്ചത്? അല്ല, സാറ അവിശ്വസിച്ചിട്ടാണ് വാഗ്ദത്തം പ്രാപിച്ചത്. നമ്മുടെ ഇടയിൽ ഒത്തിരി പേര് പറയും, ദൂത് പറയുന്ന ഉടനെ കയറി ചാടി പിടിച്ചോണം, ദൂത് പറയുന്ന ഉടനെ കയറി. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ ആമേൻ ചാടി പിടിക്കാൻ പറഞ്ഞാണോ കൊടുക്കുന്നത്? അവൻ എത്ര വാ പൂട്ടിയിരുന്നാലും നിങ്ങൾ പിടിച്ച് ഇരുത്തി എങ്ങനെയായിരുന്നാലും കൊടുക്കും. അടുത്തത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ 2 പൂച്ചക്കുട്ടികളുണ്ടെന്നിരിക്കട്ടെ, അല്ലെ 2 നായ്ക്കുട്ടികളുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യം എന്തോ ചെയ്യുമെന്നറിയാമോ? എന്തെങ്കിലും സ്നാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. മിടുക്കൻ എന്തോ ചെയ്യുമെന്നറിയാമോ? ചാടി ചാടി പിടിക്കും. 5-6 നിങ്ങൾ കൊടുക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യുമെന്നറിയാമോ? ആ പമ്മി നിൽക്കുന്നതിനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് നിങ്ങളുടെ കൈക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ പൂച്ചക്കുട്ടിയുടെ വായിലോട്ട് വെച്ച് ഇതെടുത്തോളാം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൂതിനെ ചാടി പിടിക്കുന്ന മിടുക്കന്മാര് മാത്രമല്ല പെന്തക്കോസ്തിൽ ജയിക്കുന്നവർ. ചാടി പിടിക്കാൻ കഴിവില്ലാതെ സംശയത്തിലും അധീനത്തിലും ഇരിക്കുന്നവനെ ചേർത്തിരിക്കുന്നവനാണ്. ഞാൻ സാറായുടെ വിഷയം പറഞ്ഞാൽ നമ്മൾ ആരംഭിച്ചത്. നമ്മളെല്ലാവരും എപ്പോഴും പറയാം അബ്രഹാം വിശ്വസിച്ചു. പക്ഷേ അബ്രഹാം എപ്പോഴെങ്കിലും അവിശ്വസിച്ചിട്ടുണ്ടോ? അബ്രഹാം എപ്പോഴെങ്കിലും അവിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാം ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അബ്രഹാം, ഐ ആം യുവർ ഷീൽഡ് ആൻഡ് ബക്ലർ. വലിയ കാര്യമൊക്കെ പറഞ്ഞു. ദൈവത്തോട് അബ്രഹാം ചോദിച്ചു, കർത്താവ് ഇത്ര വലിയ വാചകമൊക്കെ പറയുന്നുണ്ട്, നീ എനിക്ക് എന്തോ? രാത്രി ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു, അബ്രഹാം നീ പുറത്തോട്ടിറങ്ങ്, ഞാൻ ഇപ്പം നിന്നെ കാണിക്കാം. നട്ടപ്പാതിലേക്ക് എന്തോ കാണാൻ അബ്രഹാമെ ഇറങ്ങിയത്. എന്തായിരുന്നാലും ദൈവം അല്ലേ വിളിച്ചത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ഇരുട്ടിനകത്ത് ഇറങ്ങി നിന്നപ്പം ചുറ്റിനും നോക്കിയപ്പം കൂരിരുട്ട്. ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു, നീ ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ ലൈഫിൽ ഞാൻ നിന്നെ ഒരു ലെസൺ പഠിപ്പിക്കാം. ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ല, നീ എങ്ങോട്ട് നോക്കി പോകണം? മേപ്പോട്ട് നോക്കി പോകണം. ഇന്ന് രാത്രി ഞാൻ അതിനകത്തുനിന്ന് എന്റെ കുഞ്ഞുങ്ങളോട് ലെസൺ പറയുകയാണ്. ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് നോക്കാനൊരിടമുണ്ട്. ഉയരത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ കണ്ടു. ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു, അബ്രഹാം, ഈ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന്. അടുത്ത ഭാഗത്ത് എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? അബ്രഹാം അത് വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. വായിക്കാമോ? ജനസിസ് ചാപ്റ്റർ 15 and verse 5 and 6. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്ന് നീ ആകാശത്തേക്ക് നോക്കുക. മലയാളത്തിൽ ആകാശത്തേക്ക്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ലുക്ക് ടുവാർഡ് ഹെവൻ എന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചോ? വിശ്വസിച്ചു. ഇനി അടുത്ത ഭാഗം. ഒന്നാമത്തെ വാഗ്ദത്തം പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ ഇതുപോലെ ആക്കുമെന്ന്. അബ്രഹാം വിശ്വസിച്ചു. അടുത്ത ഭാഗം, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അറിയിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ദേശം നിനക്ക് സ്വന്തമായി തരുമെന്ന്. അബ്രഹാം അത് വിശ്വസിച്ചോ? ഇല്ല. അടുത്ത ഭാഗം, കർത്താവായ യഹോവേ ഞാൻ അതിനെ അവകാശമാക്കുമെന്ന് ഉള്ളത് എനിക്ക് എന്തെന്നാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു. അബ്രഹാം വിശ്വസിച്ചോ? അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, കർത്താവെ വലിയ സംഭവമൊക്കെയാണ് അവിടെ അടിച്ചു വിടുന്നത്, പക്ഷെ ഇതൊക്കെ നടക്കുന്നു ഞാനെങ്ങനെ അറിയുന്നു? നീ കിടക്കുന്ന ഈ ദേശം നിനക്കിപ്പോ അങ്ങ് സ്വന്തമായിട്ട് എഴുതി തരുമെന്ന്. അബ്രഹാമിനറിയാം തൻ്റെ കൂടെ ആകെ എണ്ണിപ്പറക്കി 100-400 പേരേ ഉള്ളൂ യുദ്ധം ചെയ്യാൻ അറിയുന്നത്. ഈ രാഷ്ട്രത്തോട് താൻ യുദ്ധം ചെയ്താൽ ജയിക്കത്തില്ലെന്ന് തനിക്കറിയാം. അത് തന്നല്ല, ഇനി ഇത് അവകാശമായാലും മക്കളുണ്ടാവുമോ, ഇതൊക്കെ എങ്ങനെയാ സ്വന്തമാകുന്നത്? In the midst of doubt, he asked God, how can I got a confirmation on this subject?
ഞാൻ എങ്ങനെ വിശ്വസിക്കും? അബ്രഹാമിന്റെ അവിശ്വാസത്തിന് മുമ്പിൽ ദൈവം എന്തോ പറഞ്ഞു കഴിയും? അബ്രഹാം, ഞാൻ പറഞ്ഞതിനെ നിനക്ക് ഉറപ്പില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ പോയി ഒരു മുദ്രപത്രം മേടിച്ചോളൂ, ഞാൻ ആ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് എഗ്രിമെന്റ് ആക്കി തന്നേക്കാം. വായിച്ചോട്ടെ അടുത്ത ഭാഗം. അവനവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടിൻകോച്ചിനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു. അവിടെ നിൽക്കട്ടെ. ഈ ഒരു ഭാഗം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് അക്കാലങ്ങളിൽ 2 മനുഷ്യർ തമ്മിൽ കവനന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഒരു മൃഗത്തെ പിളർന്നിട്ട് അതിനകത്ത് രക്തം, ഒരു മൃഗത്തെ 2ആയിട്ട് പിളർന്നു കഴിയുമ്പോൾ ഈ 2 ഹാഫിന്റെയും നടുക്ക് എന്തോ ഉണ്ടാകും? ബ്ലഡ് ഇങ്ങനെ തളം കെട്ടിക്കിടക്കും. അപ്പൊ ഈ ബ്ലഡിന്റെ നടുക്കൂടെ ഈ മനുഷ്യർ 2 പേരും എന്ത് ചെയ്യും? നടന്നുപോയി. ഇതുകൊണ്ടാണ് യാഗപീഠത്തിൽ വെച്ചും കുറെ രക്തമെടുത്ത് മോശ യാഗപീഠത്തിന്മേൽ ഒഴിച്ചു, ബാക്കി രക്തമെടുത്ത് ജനത്തിന്റെ പേര് ഇങ്ങനെ തളിച്ചു. അപ്പൊ ആ ഉടുപ്പ് രക്തം വീണ ഉടുപ്പെല്ലാം ഇവർ സൂക്ഷിച്ചു വെച്ചു. ഇത് ദൈവം ഞങ്ങളോട് ചെയ്ത കവനന്റാണ്, ദൈവം ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയാണ്. അബ്രഹാം പറഞ്ഞു, കർത്താവെ, ഈ പറഞ്ഞ കാര്യം എനിക്ക് വിശ്വസിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് നമ്മളായിരുന്നു എന്താ പറഞ്ഞത്? വിശ്വസിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ എന്നെ വഴി നോക്കിപ്പോടാ. ദൈവം അങ്ങനെയാണോ പറഞ്ഞത്? അവന് വിശ്വസിക്കാൻ വയ്യെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനതൊരു എഗ്രിമെന്റ് ആക്കി ഒപ്പിട്ട് അവന് കൊടുത്തേക്കാം. എന്നിട്ട് ദൈവം ആദ്യം ഒരൊറ്റ ഒത്തിരി കൺസൈസ് ചെയ്ത ഷോർട്ട് നോട്ടാ പറഞ്ഞത്, നിന്റെ ഈ ദേശത്തെ ഞാൻ നിനക്ക് നൽകിയേക്കാമെന്ന്. പക്ഷെ എഗ്രിമെന്റ് എഴുതിയപ്പോൾ കർത്താവ് വളരെ കറക്റ്റായിട്ട് എഴുതി, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ഒരു ദേശത്ത് പോകും, 400 വർഷം അവിടെ ജീവിക്കും, 400 വർഷം തികയുമ്പോൾ അവിടെ അവർക്കൊരു പീഡനം ഉണ്ടാകും, ആ സമയത്ത് അവർ തിരിച്ചു വരും. അപ്പോൾ അടുത്ത ഒരു ചോദ്യം ചോദിക്കാം, ഈ മൃഗങ്ങളുടെ നടുവിൽ കൂടെ ദൈവം കടന്നുപോയത് അബ്രഹാമിന് മേൽ വീണ ഗാഠനിദ്രയിൽ അബ്രഹാം കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു തീപ്പന്തം ഈ പിളർന്നിരിക്കുന്ന ഈ മൃഗങ്ങളുടെ ഭാഗങ്ങളുടെ നടുവേ കടന്നുപോയി. ഇനി ഞാൻ അടുത്ത കാര്യം ചോദിക്കാം, അബ്രഹാമിന്റെ നടുവേ നടന്നോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിന്റെ അടുക്കൽ പറഞ്ഞു, whether you doubt or believe, it doesn't matters for me. നീ ഇതിന്റെ നടുവിൽ കൂടെ നടക്കണ്ട, വാഗ്ദത്തം ചെയ്തത് ഞാനാണ്, ഞാനത് നിർവഹിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ സംശയിക്കുന്ന വിഷയത്തിൽ ദൈവം ഇട്ടിട്ട് പോകത്തില്ല. ദൈവം എഗ്രിമെന്റ് ചെയ്ത് നിന്റെ കയ്യിൽ തന്നിട്ട് എന്റെ മുമ്പിൽ അത് നടപ്പിച്ചു. നോഹ ഡൗട്ട് ചെയ്തു, ദൈവം തന്റെ വില്ലിനെ അവിടെ വെച്ചിട്ട് നോഹയ്ക്ക് ഉറപ്പ് തന്നു. അബ്രഹാം സംശയിച്ചു, ദൈവ എഗ്രിമെന്റ് എഴുതി കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നീ സംശയിക്കുന്ന വിഷയത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കും. നീ ധൈര്യപ്പെടുന്ന വിഷയത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കും. ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്തത്. ഇന്ന് രാത്രി എവിടെയോ പിശാചി നിന്നോട് പറയുന്നുണ്ട്, നീ സംശയിച്ചതുകൊണ്ട്, നീ ധൈര്യപ്പെട്ടതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഈ വിഷയം നടക്കത്തില്ല. നിന്റെ പ്രാർത്ഥനാപൂർവ്വങ്ങളെയോ നിന്റെ ബലഹീനതകളെയോ ചൂണ്ടിക്കാട്ടി പിശാചി നിന്നോട് വാദിക്കുകയാണ്, അത് നടക്കത്തില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിന്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായി ഞാൻ നിന്നോട് പറയുന്നു. നീ ഒരൊറ്റ കാര്യം വിശ്വസിച്ചാൽ മതി, എനിക്ക് അബദ്ധം പറ്റിയാലും ദൈവം അതിനെ മറികടണം. എന്റെ അവിശ്വാസത്തിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നീ എത്ര വേണമെങ്കിലും ദൈവത്തെ അവിശ്വസിച്ചോ, നീ എത്ര വേണമെങ്കിലും ദൈവത്തെ സംശയിച്ചോ, പക്ഷെ നിനക്ക് ഓരോ ഉറപ്പുണ്ടാകണം, ഞാൻ സംശയിച്ചാലും ഞാൻ അവിശ്വസിച്ചാലും എന്റെ ദൈവം പറഞ്ഞത് ചെയ്യും. ഞാൻ ബലഹീനനാ, ചിലപ്പോൾ ഞാൻ ദൈവത്തോട് പിണങ്ങി എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞെന്നിരിക്കും. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ നെഗറ്റീവ് പറഞ്ഞാലും എന്റെ അപ്പൻ തന്റെ വിശ്വസ്തത വിട്ടുമാറും. ഞാൻ ഒരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 16 തുടങ്ങി വായിച്ചാലും കുഴപ്പമില്ല. 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ചു ദുശാഠ്യം കാണിച്ചു, നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നോ? അടുത്ത ഭാഗം. അനുസരിപ്പാൻ അവർക്ക്
അവർക്ക് മനസ്സില്ലായിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ചു. അവർക്ക് അത്ഭുതങ്ങളെ ഓർക്കാൻ വയ്യായിരുന്നു, അവർ ശാഠ്യം കാണിച്ചു. തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങി പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നിൽക്കട്ടെ, ദൈവം അവരെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇവരൊരു ക്യാപ്റ്റനെ എടുത്ത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അവരുടെ അടിമപ്പാടിലേക്ക് തിരിച്ചു പോകാൻ. ദൈവത്തിന്റെ പർപ്പസിന് വിരോധമായി, ദൈവത്തിന്റെ പ്ലാനിന് വിരോധമായി ഒരു ഡിസിഷൻ ഇവരെടുത്തു. ഇവരതിനൊരു ക്യാപ്റ്റനെ കണ്ടെത്തി. അടുത്ത ഭാഗം, നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ട് കളഞ്ഞില്ല. അവരെ കൈവിട്ട് കളഞ്ഞില്ല. അതിന്റെ 19-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 19-ാം വാക്യം. നീ നിന്റെ മഹാകരുണ നിമിത്തം അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. നീ അവരെ കൈവിട്ട് കളഞ്ഞില്ല, നീ അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല. അടുത്ത വാക്യം, 20-ാം വാക്യം. അവരെ ഉപദേശിക്കേണ്ടതിനോ നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. അവരുടെ നിൽക്കട്ടെ, മന്ന കൊടുത്തു, പില്ലർ ഓഫ് ക്ലൗഡ്, ഇതെല്ലാം അവിടെ പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം ഇതാണ്. അവർ ദൈവത്തെ അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദൈവത്തോട് പിണങ്ങി, അവർ ദൈവത്തോട് ശാഠ്യം കാണിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, അവർ ദൈവം നൽകിയ വാഗ്ദത്തത്തിലേക്ക് മൂവ് ചെയ്യാതെ അവർ അടിമത്വത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് ദൈവം കൈവിട്ടില്ല. ദൈവം അവരെ പിടിച്ച് തന്റെ ആത്മാവിനെ നൽകി അവരെ ഉപദേശിച്ച് അവരുടെ വാഗ്ദത്വത്തിലേക്ക് അവരെ കൊണ്ടുപോയി. അവരെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞില്ല, അവരെ കൈവിട്ട് കളഞ്ഞില്ല. ഇന്ന് രാത്രികാലം ദൈവം ഒരു ഡീപ് ക്ലെൻസിങ് നിന്റെ തോട്ട്സിനകത്ത് ചെയ്യുകയാണ്. ഇന്ന് രാത്രി എവിടെയൊക്കെയോ നിന്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായ നിന്റെ അവിശ്വാസങ്ങളിൽ, നിന്റെ ബലഹീനതകളിൽ ദൈവം ഇടപെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, പത്രോസ് കാറ്റിനെ കണ്ട് പേടിച്ചു മുങ്ങുവാൻ തുടങ്ങി. പക്ഷെ കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? പത്രോസിനെ കേറി ഒരു പിടി പിടിച്ചു. കേറി പിടിച്ചിട്ടാ ചോദിച്ചത്, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചെന്ന്. പിടിക്കാതെ ആദ്യമേ വഴക്ക് പറയുകയായിരുന്നില്ല, ആദ്യമേ കയറി പിടിച്ചു. ഹിസ് പ്രയോറിറ്റി വാസ് ഹിസ് സേഫ്റ്റി, ഹിസ് പ്രയോറിറ്റി വാസ് ഹിസ് ഡെലിവറൻസ്, ഹിസ് പ്രയോറിറ്റി വാസ് ഹിസ് റിഡംഷൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നീ ജയിക്കണമെന്നുള്ളത് നിന്റെ വിഷയമാകുന്നതിനെക്കാട്ടിലും അത് ദൈവത്തിന്റെ വിഷയമാണ്. ഇസ്രായേലിയർ ഗിവപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇസ്രായേലിയർ തിരിച്ചു ഈജിപ്തിൽ പോയി അടിമത്തത്തിൽ കുടുങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. രാത്രികാലം നീ ഗിവപ്പ് ചെയ്യാൻ ചിന്തിച്ചാൽ ദൈവത്തിനെ ഗിവപ്പ് ചെയ്യുന്നു. അവിശ്വസിച്ചത് കൊണ്ടോ, നീ സംശയിച്ചത് കൊണ്ടോ, നീ അധൈര്യപ്പെട്ടത് കൊണ്ടോ, നിന്റെ അറിവില്ലായ്മ കൊണ്ടോ, നിന്റെ ബലഹീനത കൊണ്ടോ, ഇന്ന് രാത്രി അവൻ നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ കൈവിട്ട് കളയത്തില്ല. നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ അവൻ നിവർത്തിക്കും.
കരുണയ്ക്ക് ഭംഗം വരികയില്ല. നാം അവിശ്വസ്തരെങ്കിലുമോ ദൈവം വിശ്വസ്തനായി പാലിക്കുന്നു. മരുഭൂമിയിൽ ആനന്ദ